വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ പിറ്റേന്ന് പിന്നെ കളക്ടറേറ്റിലേക്ക് പോകാനായിട്ട് ശാലിനി ഇങ്ങനെ ഒരുങ്ങി റെഡി ഇറങ്ങുന്നുണ്ട്. കാറിലേക്ക് കയറാൻ പോകാൻ നേരം മുറ്റത്ത് ഇങ്ങനെ എത്തുമ്പോൾ ശിവനിങ്ങനെ ശാലിനി എന്നിങ്ങനെ വിളിക്കുകയാണ്. അതിങ്ങനെ ശാലിനിയുടെ കാതുകളിൽ ഇങ്ങനെ മുഴങ്ങുന്നതായിട്ട് ആ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ശാലിനി ഇങ്ങനെ പെട്ടെന്നില്ല പിടിച്ചു നിർത്തിയ പാടെ ശാലിനി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അന്നേരം ശിവനിങ്ങനെ മുന്നിലേക്ക് വന്നിട്ട് സോറി എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാലിനി എന്തിന് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അടുത്തിരുന്ന് ഭക്ഷണം കഴിച്ചതിന് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ ശിവനെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ, മറുത്തൊന്നും പറയുന്നില്ല. അതിനുശേഷമായിരിക്കണം ഈ കുട്ടികൾ വരുന്നതും ശിവനെങ്കിൽ നിന്നും പറഞ്ഞ് ഓടി വന്ന് ആ ഒരു മുത്തം കൊടുക്കുന്ന സീനുമൊക്കെ അപ്പോഴായിരിക്കണം. അത് നേരത്തെ പ്രൊമോയിൽ കാണിച്ചതാണ്. അതിനുശേഷം ആ ജോൺ എബ്രഹാം ആണെങ്കിൽ സുസ്മിതയെ കാണാനായിട്ട് ആ ഒരു ആശ്രമത്തിലേക്ക് വരുമ്പോൾ ആ ഒരു ആൻ്റണിയുടെ ആ ഒരു പേപ്പർ അവർ ശാലിനിയുടെ ആ ഒരു ഫയൽ വെച്ച് ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് അവർ ജോൺ ആണെങ്കിൽ ഒരു ഫയൽ കൊണ്ടുവച്ചല്ലോ, പിന്നെ അനുപലവിയുടെ ആ ഫയലിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അത് ശാലിനി ഒപ്പിട്ടെന്നാണ് തോന്നുന്നു. ആ ഫയൽ എടുത്ത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അന്ന് ശിവൻ വന്നത്. പിന്നീട് ആ ഫയൽ വയ്ക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഒപ്പിട്ടിട്ടുണ്ടാകണം. അപ്പോൾ ആ ഒരു പണി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജോൺ ഇവിടേക്ക് വന്നിരിക്കുന്നത് സുസ്മിതയെ കാണാനായിട്ട്. അവൾക്കൊരു കൂച്ചുവിലങ്ങിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഇത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു കൂച്ചുവിലങ്ങാണ് ഇടുന്നതെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നിങ്ങനെ അവിടെ ജോൺ ആണെങ്കിൽ സുസ്മിതയോട് പറയുമ്പോൾ സുസ്മിത ഇങ്ങനെ ആ ഒരു ചിരിച്ചിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിനുശേഷം അവിടെ കളക്ട്രേറ്റിലാണെങ്കിൽ ആ ഒരു ചെറുവള്ളിപ്പാടത്തിൻ്റെ ആ ഒരു കേസൊക്കെ അറിഞ്ഞുകൊണ്ട് അവിടെയുള്ള കുറേ രാഷ്ട്രീയക്കാരും കുറേ പ്രമാണിമാരൊക്കെ ആണെന്ന് തോന്നുന്നു. 2-3 പേരിങ്ങനെ വരുന്നുണ്ട്. വന്ന് ശാലിനിയോട് ആകെ തട്ടിക്കയറുകയാണ് ചെയ്യുന്നത്. ചെറുവള്ളിപ്പാടം പാരമ്പര്യമായിട്ട് കൃഷി ചെയ്ത് വരുന്നതാണ്, പക്ഷേ ഇപ്പോൾ അവിടെ അത് നികത്തുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ അത് ആദ്യമായിട്ട് അത് അനുമതിയില്ലാതെ ചെയ്യുന്നു എന്നിങ്ങനെ പറയുമ്പോൾ അവരോട് ചോദിച്ചപ്പോൾ മാഡമാണ് അവർക്ക് നിലം നികത്താനുള്ള ഓർഡർ ഒപ്പിട്ട് കൊടുത്തത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഞാനോ എന്നിങ്ങനെ ശാലിനി ആകെ അന്തം വിട്ട് ചോദിക്കുന്നുണ്ട്. അന്നേരം അവരുടെ കയ്യിലൊരു പേപ്പർ ഉണ്ടായിരുന്നു. അതിങ്ങനെ ഒരു കവറിലിട്ടൊരു പേപ്പർ, അത് ശാലിനിക്ക് നേരെ നീട്ടുകയാണ് അയാൾ. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ ഇത് മാഡം ഒപ്പിട്ട പേപ്പറല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞിട്ട് ഇയാളത് ശാലിനിക്ക് നേരെ നീട്ടുമ്പോൾ ശാലിനി അത് ഓപ്പൺ ചെയ്തിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ശാലിനിയുടെ സൈൻ തന്നെയാണ് അതിൽ ഇട്ടിരിക്കുന്നതൊക്കെ. അന്നേരം അത് വായിച്ച് ശാലിനി ഇങ്ങനെ ആകെ ഷോക്കിൽ നിൽക്കുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ജോൺ എബ്രഹാം പറ്റിച്ച പണി തന്നെയാണ്. ആ ഫയലുകൾക്കിടയിൽ ആ ഒരു പേപ്പർ വെച്ച് കൊടുത്തതാണ്. അനുവലിൻ്റെ വെരിഫൈ ചെയ്തു എന്ന് പറഞ്ഞത് കൊണ്ട് ശാലിനി നോക്കാതെ ഒപ്പിടുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ വന്നൊരു ഇതാണ്. അപ്പോൾ ഇനി അത് ക്യാൻസലാക്കുമോ അതോ ആ പണി അവിടെ തുടങ്ങുമോ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിലിനി ശാലിനിയെ രക്ഷിക്കാനോ ഒക്കെ മിക്കവാറും ശിവനായിരിക്കും എത്താനായിട്ട് പോകുന്നത്. അതിന് ഏത് വഴിക്ക് പോകുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.